ഇപ്പോൾ നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു ചേരുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ബാബുചേട്ടാ, ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ചേട്ടനിപ്പോൾ ഫേസ്ബുക്കിലൊരു നിലപാട് പറയുകയുണ്ട്. അതായത് തന്ത്രി കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ അല്ലെങ്കിൽ തന്ത്രിയുടെ മകൻ എന്ന നിലയിൽ വീണ്ടും അതേ പദവിയിലേക്ക് വരണമെന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അല്ല, അത് ശബരിമലയുടെ വിഷയത്തിൽ മാത്രമല്ല ഞാനിത് പറഞ്ഞത്. ഒന്ന്, ഈ ശബരിമലയെ സംബന്ധിച്ച് ഈ ഓരോ വർഷവും പുതിയ പുതിയ വിവാദങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ച് ശബരിമലയെ ഒരു വിവാദ കേന്ദ്രമാക്കി നിർത്തുന്നത് ഒരു പൊതുവായിട്ടുള്ള രീതിയായിട്ട് മാറിയിരിക്കുക. ഇത് നമ്മുടെ കോടാനുകോടി ഭക്തന്മാർക്ക് വളരെയധികം മുറിവേൽപ്പിക്കുന്നൊരു സംഭവമാണ്. ഇപ്പോൾ പുതുതായിട്ട് തന്ത്രിയെ സംബന്ധിച്ചൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നു. താഴമൺ കുടുംബത്തിന് താന്ത്രിക അവകാശമുണ്ടോ എന്നൊരു ചോദ്യമായിട്ടാണ് വന്നത്. പക്ഷെ കേരളത്തിൻ്റെ താന്ത്രിക പാരമ്പര്യവും അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ താന്ത്രിക പാരമ്പര്യവും സ്വഭാവവും വെച്ച് നോക്കുമ്പോൾ അതൊരു കീഴ്വഴക്കമനുസരിച്ച് ആണ് പോകുന്നത്. ഒന്നില്ലെങ്കിൽ വംശപരമ്പര അല്ലെങ്കിൽ ശിഷ്യപരമ്പര, ഇങ്ങനെയാണ് താന്ത്രിക ക്ഷേത്രങ്ങളിലെ തന്ത്രം വെച്ച് നിലനിൽക്കുന്നത്. അത് എല്ലാ വിഭാഗം ക്ഷേത്രങ്ങളുടെയും. അതുകൊണ്ട് താഴമൺ കുടുംബത്തിൻ്റെ താന്ത്രിക അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. കാരണം അത് കേരളത്തിൽ നിലനിൽക്കുന്ന താന്ത്രിക പാരമ്പര്യത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് താഴമൺ കുടുംബവും നിലനിർത്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ രാജീവ് കണ്ഠര് നിലവിലുള്ള തന്ത്രി അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ മകനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്ന് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദം വന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ആര് തന്ത്രിയാവുന്നതിലും നമുക്ക് വിരോധമില്ല ആ കുടുംബത്തിലെ. കാരണം നേരത്തെ സൂചിപ്പിച്ച മാതിരി എല്ലാ വിഭാഗം ക്ഷേത്രം, ഇപ്പോൾ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ വരെ ആ തന്ത്രം പരമ്പരയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ശ്രീധരൻ തന്ത്രിയുടെ മകനാണ് ശ്രീധരൻ തന്ത്രി തന്ത്രം വഹിച്ച ക്ഷേത്രങ്ങളിലെ തന്ത്രി. ഇപ്പോൾ ശ്രീധരൻ തന്ത്രിയുടെ മകനാണ്. അപ്പോൾ ഒരു പാരമ്പര്യത്തിൽ തുടർച്ച എന്ന് പറയാൻ പറ്റും. ഇവിടെ തന്ത്രിക്ക് പകരം മകൻ തന്ത്രിയായിട്ട് വരിക, അച്ഛൻ തന്ത്രിയായിരുന്നു മകൻ തന്ത്രിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിനൊന്നും ഒരു തെറ്റും പറയുന്നില്ല. പക്ഷേ തന്ത്രിയാവാനുള്ള യോഗ്യത ആർജിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ശബരിമല പോലുള്ളൊരു ക്ഷേത്രത്തിൽ ആ തന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ള യോഗ്യതയുള്ള ആളാവണം. ആ യോഗ്യത ദേവസ്വം ബോർഡ് ഉറപ്പുവരുത്തണം. തന്ത്രിയുടെ മകൻ തന്ത്രി എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാൻ പാടില്ല. ദേവസ്വം ബോർഡ് ഇയാൾ തന്ത്രി ആവാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളത്, വിദ്യ പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യം. അതെ, തന്ത്രവിദ്യ പഠിച്ച് താന്ത്രിക ക്രിയകൾ ചെയ്യാനുള്ള യോഗ്യത ആർജിക്കുന്ന ആള് വേണം തന്ത്രിയാവാൻ. ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ താന്ത്രിക ഇതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ ശബരിമലയിലേക്ക് വരുമ്പോൾ ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ താഴ്മൺ കുടുംബം പല വിവിധങ്ങളായിട്ടുള്ള ഒരുപാട് കേസുകളിൽ പെടുന്നുണ്ട്. അതൊരു പക്ഷേ വിശ്വാസ സമൂഹത്തിന് വലിയൊരു ഇത് കൂടിയല്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് ഈ BJP നേതാവ് KS രാധാകൃഷ്ണൻ അതിനെതിരെ ശക്തമായി എതിർക്കുന്നൊരു സമയമുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നോക്കിപ്പോൾ അത് ഇവിടെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം തന്ത്രി ഒരു ക്ഷേത്രത്തിലെ ആ മൂർത്തിയുടെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്ന് പറയുന്നത്. ആ പിതൃസ്ഥാനീയനായിട്ടിരിക്കുന്ന തന്ത്രി ധാർമ്മികമായും എല്ലാ മേഖലയിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരം വിവാദങ്ങളിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനവധി വിവാദങ്ങളിലൂടെ പെട്ടാണ് ഇപ്പോൾ ശബരിമല ആ ഒരു താന്ത്രിക കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ ഞാൻ പോകുന്നില്ല. അത്തരം ആളുകൾ ഉള്ള കുടുംബത്തിലെ മറ്റാർക്കും തന്ത്രിയാവാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ അച്ഛൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അച്ഛൻ ഒരു വിവാദത്തിൽ പെട്ടു, അതുകൊണ്ട് മകന് അതിനുള്ള അർഹതയില്ല എന്ന് പറയാൻ പറ്റില്ല. മകന് തന്ത്രിയാവാനുള്ള അർഹതയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം മകൻ എന്നുള്ളത് വേറൊരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ അച്ഛൻ കുറ്റക്കാരനാണ്, അതുകൊണ്ട് അച്ഛൻ്റെ മകനായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം മകന് ആ അവകാശം നിഷേധിക്കുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് താഴമൺ കുടുംബത്തിൽപ്പെട്ട മറ്റൊരാൾക്ക് തന്ത്രിയാവാൻ പാടില്ല എന്ന അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ആ വിവാദത്തിൽപ്പെട്ട ആൾ മാറി നിൽക്കുക. അപ്പോൾ ഈ കുടുംബം ഇങ്ങനെ കാലങ്ങളായിട്ട് ഒരുപാട് വിവാദങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരുപക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇതല്ലേ? അല്ല, തീർച്ചയായും. ഇപ്പോൾ അത്തരം താഴ്മൺ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് വിശ്വാസികളെ മുറിവേൽപ്പിക്കും. അത് താഴ്മൺ കുടുംബം എന്ന് മാത്രമല്ല, ഏതൊരു ക്ഷേത്രത്തിൻ്റെയും തന്ത്രിയായിട്ടിരിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ ആ ക്ഷേത്ര വിശ്വാസികളെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു മാറ്റം അനിവാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിന് അവര് തന്ത്രിയല്ലല്ലോ. ഇപ്പോൾ അവർ ആ തന്ത്രിക ഇപ്പോൾ മോഹനരെ സംബന്ധിച്ച് മോഹനരുമായി ബന്ധപ്പെട്ട് നിയമപരമായി മോഹനർക്ക് യാതൊരു തടസ്സമില്ല.
പക്ഷേ മോഹൻ ഒരു സ്വയം ഒഴിഞ്ഞു മാറിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ യോഗ്യതയുള്ള ആളാണ്. ആ യോഗ്യത അനുസരിച്ച് അദ്ദേഹത്തിന്റെ മകൻ തന്ത്രി ബാബു മാതൃഭൂമി ന്യൂസിനോട് നേരിട്ട് സംസാരിക്കുകയാണ്. ഈ ശബരിമല തന്ത്രി വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി നിലപാട് എന്താണ് എന്നുള്ളത്